സുതാര്യത വേണ്ടേ എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് ഭരണഘടന അട്ടിമറിക്കേണ്ടതില്ലെന്നും ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയുടെ ജനാധിപത്യ ആശയത്തെ അട്ടിമറിക്കാൻ കഴിയുമെന്നും വാൺ ചെയ്തത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അതേ ബി ആർ അംബേദ്കറാണ് 1949 അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അന്നത്തെ ആർട്ടിക്കിൾ 289, അതായത് ഇന്നത്തെ ആർട്ടിക്കിൾ 324 സബ് ക്ലോസ് 2 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട അന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മുൻപിൽ വന്ന കരട് ഭരണഘടനയുടെ രൂപം ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞ വാചകം ഇതാണ്: The House affirmed without any kind of dissent that in the interest of purity and freedom of elections, in the interest of purity, തിരഞ്ഞെടുപ്പിൻ്റെ വിശുദ്ധിയും ആൻഡ് ഫ്രീഡം, സ്വാതന്ത്ര്യവും, ടു ദ ലെജിസ്ലേറ്റീവ് ബോഡീസ്, നിയമസഭകളിലേക്കുള്ള നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്യൂരിറ്റി നിലനിർത്താനും ഫ്രീഡം നിലനിർത്താനും ഇറ്റ് വാസ് ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻസ് ദാറ്റ് ദേ ഷുഡ് ബി ഫ്രീഡ് ഫ്രം എനി കൈൻഡ് ഓഫ് ഇൻ്റർഫറൻസ് ഫ്രം ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ ഡേ. നിലവിലിരിക്കുന്ന എക്സിക്യൂട്ടീവിൻ്റെ ഇടപെടലുകളിൽ നിന്ന് അതിനെ വിമുക്തമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് 2023 മാർച്ച് മാസം 2-ാം തീയതി വന്ന സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലാണ്. ഈ വിധിന്യായത്തിലെ ഈ ഭാഗമാണ് ഇന്ന് രാഹുൽ ഗാന്ധി തൻ്റെ ഡിസെൻറ്റിംഗ് നോട്ടായിട്ട് കുറിച്ചിരിക്കുന്നത്. ഈ കേസ് എന്താണ് എന്ന് ചുരുക്കി ഞാൻ ഇങ്ങനെ പറയാം. നമ്മുടെ രാജ്യത്തുള്ള ഭരണഘടനാ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നതിന് ഒരു ദിവസം മുൻപാണ് എന്നുള്ളതാണ്. ആ ഭരണഘടനയ്ക്കും മുൻപ് നിലവിൽ വന്ന ഭരണഘടനാനുസൃതമായ ബോഡിയാണ്. ജനുവരി 25-ാം തീയതിയാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതാണ് നമ്മൾ പിന്നീട് വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 1989 വരെ അതിനെ ഒരു സിംഗിൾ മെമ്പർ ഇലക്ഷൻ കമ്മീഷനായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. സുഖവാസൻ ആയിരുന്നു ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ. ഏകദേശം 17,60,00,000 മനുഷ്യർ വോട്ട് ചെയ്ത് അത് വലിയ ജനാധിപത്യ പരീക്ഷണമാക്കി മാറ്റി തന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നിർഭയമായ എന്നാൽ വളരെ കൃത്യമായ ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു. ആ ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് ഒന്നിലധികം അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനായി മാറുന്നത് 1989-കളിലാണ്. പക്ഷേ അതുവരെയും ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് എങ്ങനെയാണ്? ആർട്ടിക്കിൾ 324 സബ് ക്ലോസ് 2 പ്രകാരം പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടത്. പ്രസിഡന്റ് തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ ആരാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവിടെ പരാമർശിച്ചിരുന്നില്ല. ഇതൊരു സാധ്യതയായിട്ട് എടുത്തുകൊണ്ടാണ് അക്കാലം അത്രയും ഏറ്റവും മുതിർന്ന ഒരു സീനിയർ ബ്യൂറോക്രാറ്റായ ആളെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് തീരുമാനിച്ചിരുന്നത്. 1991 ഒരു ഓർഡിനൻസ് വരുന്നു, പിന്നീട് അത് നിയമമായിട്ട് മാറുന്നു. ആ നിയമത്തിലും ഇലക്ഷൻ കമ്മീഷൻ്റെ കണ്ടീഷൻസ് ഓഫ് സർവീസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരുന്നത്, അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. അവിടെ ഒരു വാക്വം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആരാണ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കേണ്ടത്? ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രസിഡന്റാണ്. പ്രസിഡന്റ് അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആരാണ് പ്രസിഡന്റിനെ സ്വാഭാവികമായിട്ടും അഡ്വൈസ് ചെയ്യുക? അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. അങ്ങനെ വന്നാൽ അഡ്വൈസ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. അങ്ങനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന ഒരാളെ പ്രസിഡന്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്ന രീതിയായിരുന്നു ഇതുവരെയും പുലർത്തിപ്പോന്നിരുന്നത്. എന്നാൽ അതിനെയാണ് നിലവിൽ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? 2022 നമുക്കറിയാവുന്നതുപോലെ ഇതിൽ ഈ അരുൺ ഗോയൽ അധികാരത്തിലേക്ക് വരുന്ന സമയം 2022 നവംബർ മാസം 18-ാം തീയതി ഒരു വലിയ ചർച്ച നടന്നു. അദ്ദേഹം രാജിവെച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് നിയമനവും ചർച്ചാ വിഷയമായി. എന്തായിരുന്നു ചർച്ചാ വിഷയം? 2022 മെയ് മാസം 15-ാം തീയതി ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ഒഴിവ് വരുന്നു. ആ ഒഴിവിലേക്ക് ആരെ പരിഗണിക്കുമെന്നുള്ളത് സർക്കാർ തീരുമാനിക്കുന്നതേയില്ല. വളരെ പെട്ടെന്ന് മെയ് കഴിഞ്ഞു, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസമാകുമ്പോൾ 18-ാം തീയതി അരുൺ ഗോയലിൻ്റെ റെസിഗ്നേഷൻ കത്ത് പോവുകയാണ്. പേഴ്സണൽ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാജിവെക്കണം എന്ന അഭ്യർത്ഥന അരുൺ ഗോയൽ നടത്തുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ആ ദിവസം അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു. 19-ാം തീയതി അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറായി മാറുകയാണ്. അരുൺ ഗോയൽ ഇലക്ഷൻ കമ്മീഷണറായി മാറുകയാണ്. ആ അരുൺ ഗോയൽ ഇലക്ഷൻ കമ്മീഷനായി ഒരു സുപ്രഭാതത്തിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് വരുന്നതിനെ അന്ന് ചോദ്യം ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് ഹർജികൾ കോടതിയിൽ വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് 2023 മാർച്ച് മാസം 2-ാം തീയതി സുപ്രധാനമായ ആ വിധി വരുന്നത്. ആ വിധിയിൽ KM ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ബെഞ്ചിൽ വളരെ കൃത്യമായി വിധിയിൽ പറയുന്നു, ഇംപാർഷ്യാലിറ്റി ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കീ ഇൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. അങ്ങനെ നിഷ്പക്ഷമായ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് തിരഞ്ഞെടുപ്പിൻ്റെ സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിന് ആവശ്യമാണ് എന്ന് പറയുന്നു. എന്നിട്ടാണ് പറയുന്നത്, ഇതുവരെ ഒരു സമിതി ഉണ്ടായിരുന്നില്ല ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാൻ. അതുകൊണ്ട് ഒരു സമിതിയെ ഇലക്ഷൻ കമ്മീഷൻ്റെ
കമ്മീഷനിലെ മറ്റംഗങ്ങളെ തീരുമാനിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി ഒരു കമ്മീഷനെ തീരുമാനിക്കുന്നു. പക്ഷേ അന്തിമമായിട്ടല്ല കേട്ടോ, പാർലമെന്റ് ഒരു നിയമം നിർമ്മിച്ചു വരുന്നതുവരെ, കാര്യം ആർട്ടിക്കിൾ 324 സബ് ക്ലോസ് 2 അനുസരിച്ച് പാർലമെന്റിനാണ് ഇക്കാര്യത്തിൽ നിയമം നിർമ്മിക്കാനുള്ള അന്തിമാധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ വിധിയിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന സുപ്രീം കോടതിയുടെ ഇടപെടലിൽ ഈ പാർലമെന്റിന്റെ നിയമത്തിനെതിരെ എന്തെങ്കിലും ഒന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകവുമാവില്ല. അപ്പോൾ 2023 മാർച്ച് മാസം 2-ാം തീയതി ആ പുതിയ കമ്മിറ്റിയിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇവരെ 3 പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സമിതി തീരുമാനിക്കുന്നു അടുത്ത നിയമം വരുന്നതുവരെ. എന്താ സംഭവിച്ചത്? അത് ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. അത് കോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. എക്സിക്യൂട്ടീവിന്റെ നിയന്ത്രണാധികാരത്തിന് പുറത്തായിരിക്കണം ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം. അതിന്റെ നിഷ്പക്ഷത വളരെ പ്രധാനപ്പെട്ടതാണ് ജനാധിപത്യത്തിന് എന്ന് പറയാനുള്ള കാരണം നേരത്തെ ഉണ്ടായിരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് അശോക് ലവാസയുടെ കാര്യം വരുന്നത്. അശോക് ലവാസ എത്രയെത്ര കേസുകളാണ് ഇലക്ഷൻ കമ്മീഷൻ 2019 റിപ്പോർട്ട് ചെയ്തെന്നറിയാമോ? ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രമല്ല, കട്ടാരിയുടെ ഒരു കമ്മ്യൂണൽ സ്റ്റേറ്റ്മെന്റ്, പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ 72 മണിക്കൂർ ബാൻ ചെയ്ത ഇലക്ഷൻ കമ്മീഷണറാണ് അശോക് ലവാസ. ആ അശോക് ലവാസ പ്രധാനമന്ത്രിക്കെതിരെ നിരന്തരമായി വാർത്തയിൽ പ്രധാനമന്ത്രി അന്ന് ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സംസാരിക്കാൻ വരുന്നതിനെ കുറിച്ച് കമ്മ്യൂണൽ ഓവർടോണിലുള്ള റിയാക്ഷൻ നടത്തി എന്ന പേരിൽ ഒരു പരാമർശം കൊടുത്തിട്ട് അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആ അശോക് ലവാസയുടെ ഡിസെന്റിംഗ് നോട്ട് അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് എന്ത് ചെയ്തു അശോക് ലവാസ? ഇലക്ഷൻ കമ്മീഷന്റെ മീറ്റിംഗിൽ പോവാതായി. കാരണം താൻ പറയുന്നതൊന്നും അവിടെ രേഖപ്പെടുത്തുന്നില്ല. ഡിസെന്റിംഗ് നോട്ട്, നമ്മളിപ്പോൾ പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഡിസെന്റിംഗ് നോട്ട് രേഖപ്പെടുത്തിയെങ്കിലും ഒരു വിലയും കൽപ്പിച്ചില്ല എന്നാണ്. ഇലക്ഷൻ കമ്മീഷനിലെ ഒരു അംഗത്തിന്റെ തന്നെ അഭിപ്രായം, അശോക് ലവാസയുടെ കാലത്ത് ഇലക്ഷൻ കമ്മീഷണർ രേഖപ്പെടുത്താത്ത ചരിത്രമുണ്ട്. ആ അശോക് ലവാസ തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നേരിട്ട ബുദ്ധിമുട്ട് നേരത്തെ വിവരിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 5 അംഗങ്ങളാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വന്നത്. ഒരു കുന്തവും കിട്ടിയില്ല. ആ അശോക് ലവാസയെ ഫ്രീ ചെയ്തു. പക്ഷേ ആ കുടുംബത്തെ അത്രയധികം ദ്രോഹിച്ചു എന്നതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ 2023 ഈ ഇടക്കാല വിധി വരുന്നത്. അതൊരു ഇടക്കാല വിധി എന്ന് പറയാനുള്ള കാരണം ആ കമ്മിറ്റിയുടെ സാധ്യത അടുത്ത നിയമനിർമ്മാണം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ചെയ്തത് സർക്കാർ? 2023 ഡിസംബർ മാസമായപ്പോൾ രാജ്യസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നു. 9 ദിവസത്തിനുള്ളിൽ ലോക്സഭയിൽ അത് പാസ്സാക്കി. 3-4 ദിവസത്തിനുള്ളിൽ രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ച് നിയമനിർമ്മാണം നടത്തി. അതാ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ തിരിച്ചിട്ടുകൊണ്ട് അത് സുപ്രീം കോടതി നിർദ്ദേശിച്ച ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതിൽ നിന്ന് മാറ്റി പകരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ തൻ്റെ കേന്ദ്രമന്ത്രിമാരിൽ ഒരാളെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന നോമിനേറ്റ് ചെയ്യുന്ന അടക്കം രൂപീകരിച്ചുകൊണ്ടൊരു സമിതിയെ കൊണ്ടുവരുന്നു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പുറത്താവുകയും കേന്ദ്രമന്ത്രി അതിനു പകരം ഇടം പിടിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് ഈ അരുൺ ഗോയലിൻ്റെ അപ്പോയിൻമെൻറ്റിന് ശേഷം രാജീവ് കുമാർ ഇപ്പോൾ വിരമിക്കുന്ന ഒഴിവിലേക്ക് പുതിയ 2 കമ്മീഷണർമാരെ കൂടി കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. പുതിയ ഒരു കമ്മീഷണറെ കൂടി എടുക്കുന്നു. നിലവിലുള്ള ഒരു കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവണം. അതിന് തീർച്ചയായിട്ടും ഒരു ഈ 2023 കൊണ്ടുള്ള ഒരു കമ്മിറ്റി കൂടേണ്ടതുണ്ട്. അങ്ങനെയാണ് 2024 രാജീവ് കുമാറിനോടൊപ്പമുള്ള 2 ഇലക്ഷൻ കമ്മീഷണർമാരെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അത് അധീർ രഞ്ജൻ ചൗധരി അന്ന് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് ഇതേപോലൊരു മീറ്റിംഗ് കൂടി. അന്നും അധീർ രഞ്ജൻ ചൗധരി ഇതേപോലെ ഡിസെൻഡിംഗ് നോട്ട് എഴുതി. അന്നും ജ്ഞാനേഷ് കുമാറിനെ തീരുമാനിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. അങ്ങനെ സുഖബീർ സിംഗ് സന്ധുവും തീരുമാനിച്ചു. ഇവർ രണ്ടുപേരും 1988 സിവിൽ സർവീസ് ഉദ്യോഗ ബാച്ചാണ്. അങ്ങനെ 2 പേരും വരുന്നു. ഇനി ജ്ഞാനേഷ് കുമാറിനെ തീരുമാനിക്കുന്ന സമയത്തും അന്ന് അധീർ രഞ്ജൻ ചൗധരി ഇതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസും ഈ മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഒരു ജയകുമാരി അല്ലേ, ഇവർ 2 പേരും കൊടുത്തിരിക്കുന്ന ഒരു കേസാണ് ഇപ്പോൾ ഉള്ളത്. ഈ കേസ് പരിഗണിക്കുന്നതുവരെ ഈ കമ്മിറ്റി കൂടരുതെന്നും അങ്ങനെ ഈ കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നുമുള്ള ഡിസെൻഡിംഗ് നോട്ട് അന്നും തള്ളിക്കളഞ്ഞു. ഇപ്പോഴും 48 മണിക്കൂർ കൂടി കാത്തിരുന്നുകൂടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. എന്നാൽ അതിന് തയ്യാറായില്ല. സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന് മുൻപ് തന്നെ ജ്ഞാനേഷ് കുമാറിനെ തീരുമാനിക്കാൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും അമിത്ഷായും കൂടി ഒരു പേര് നിർദ്ദേശിച്ചു. ആ പേര് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ചട്ടപ്രകാരം നിയമവകുപ്പിന്റെ ഒരു നിയമവകുപ്പ് ലോ മിനിസ്റ്ററാണ് ആദ്യം. ലോ മിനിസ്റ്റർ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കും. അർജുൻ റാം മേഘ്വാളാണ് നിയമമന്ത്രി. ആ നിയമമന്ത്രിയുടെ നേതൃത്വത്തിൽ 2 ബ്യൂറോക്രാറ്റുകൾ കൂടി ചേർന്ന് 5 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ സ്ഥാനത്തേക്ക് ജ്ഞാനേഷ് കുമാർ അടക്കമുള്ളവരുടെ 5 പേരും, അതേപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ അംഗം എന്ന നിലയിൽ പുതിയൊരാളെ കണ്ടെത്തുന്നതിന് വേണ്ടി 5 പേരുടെ ലിസ്റ്റും തയ്യാറാക്കി. ഈ 2 പട്ടികയും ഈ കമ്മീഷന് മുമ്പാകെ വെച്ചു. ആ കമ്മിറ്റിയിൽ
തൻ്റെ വിയോജനക്കുറിപ്പുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോകുന്നു. ആ വിയോജനക്കുറിപ്പ് അവിടെ വെച്ച് പോകുന്നു. ആ വിയോജനക്കുറിപ്പാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ ജ്ഞാനേഷ് കുമാറിനെ തിരഞ്ഞെടുത്തതിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആ സമയത്തും അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ ചുമതലയ്ക്കൊപ്പം വേറെ ചുമതലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്യുന്നതിനുള്ള, സ്ക്രാപ്പ് ചെയ്യുന്നതിനുള്ള നിയമനിർമ്മാണ പ്രക്രിയയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ആയിരുന്നു. അന്ന് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ഹോം മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ ചുമതല അദ്ദേഹത്തിനായിരുന്നു എന്നതിന് പുറമെ ഈ അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ്, തീർത്ഥ ട്രസ്റ്റിൻ്റെ രൂപീകരണത്തിൻ്റെ പ്രത്യേക ചുമതലയും ഈ ജ്ഞാനേഷ് കുമാറിന് നൽകിയിരുന്നു. രാം ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ അഡീഷണൽ ചുമതല കൂടി വഹിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ജ്ഞാനേഷ് കുമാർ എന്നതറിയുമ്പോഴാണ് ഇതിന് പേരിലുള്ള രേഖകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പം സ്വാഭാവികമായും സർക്കാരിൽ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരാളെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിലേക്ക്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഡോക്ടർ BR അംബേദ്കറിൻ്റെ ആശങ്കകൾ ഫലവത്താവുകയിലെ ഭരണഘടനയെ അട്ടിമറിക്കാതെ അതിലെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് ഇടപെടാൻ ഒരു അവസരം നൽകുന്ന രീതിയിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിൽ നിഷ്പക്ഷത, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താനുള്ള അതിൻ്റെ ഇംപാർഷ്യാലിറ്റി എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇതൊരു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ ആരോഗ്യത്തിന് ഗുണകരമായിരിക്കില്ല എന്നുകൂടി പറയും. കാരണം ഇന്നിപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പോയാലും വരാൻ പോകുന്നൊരു ഭരണകൂടത്തിന് ഇത് തുടരാം എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഈ നരേന്ദ്രമോദിയേക്കാൾ കുറച്ചുകൂടി ഏകാധിപത്യ സ്വഭാവമുള്ള ഒരാൾ വരികയാണെങ്കിൽ ഇതേ പഴുതുകൾ ഉപയോഗിച്ച് എല്ലാ ഭരണഘടനയുടെ ജനാധിപത്യത്തിൻ്റെ രീതികളും അട്ടിമറിക്കപ്പെടാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് എപ്പോഴെങ്കിലും നോട്ടീസ് കൊടുത്തായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗത്തിൽ നേരത്തെ സൂചിപ്പിച്ച പെറ്റുകൂട്ടുന്നവരാണ് എന്ന വളരെ കമ്മ്യൂണലായി സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ നോട്ടീസ് കൊടുത്തത് ആർക്കാണെന്നറിയാമോ? പ്രതിപക്ഷ നേതാവ് സംസാരിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ നോട്ടീസ് കൊടുക്കും. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചാൽ നോട്ടീസ് കൊടുക്കുന്നത് BJP സംസ്ഥാന ദേശീയ പ്രസിഡന്റിന് ജെ പി നദ്ദയ്ക്കാണ് കൊടുക്കുക. അതാണ് രാജീവ് കുമാറിൻ്റെ ലോയൽറ്റി. ആ ലോയൽറ്റിക്ക് ശേഷം ജ്ഞാനേഷ് കുമാറിൽ നിന്ന് ആ ലോയൽറ്റി പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അങ്ങനെ ലോയൽറ്റി ഉണ്ടാവുന്നത് ശരിയല്ല. ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള ഓഫീസറാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും ഇതിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ അമിത്ഷായെ അഥവാ ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ടുവരുന്ന രീതി സുതാര്യത ഒട്ടുമില്ലാത്തതാണ്. സുപ്രീം കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തിരിക്കാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ചെയ്തില്ല എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം. അതുകൊണ്ട് ഇത് ഭരണഘടനയെ വളഞ്ഞ വഴിയിൽ അട്ടിമറിക്കാനുള്ള അവരുടെ സ്ഥിരം രീതിയാണ്. ഇതാദ്യമായിട്ടല്ലല്ലോ. നമ്മൾ കണ്ട ED, നമ്മൾ കണ്ട ഗവർണർ, നമ്മൾ കണ്ട ഇലക്ഷൻ കമ്മീഷണർ, അങ്ങനെ സാധ്യമായതെല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കം എന്ന നിലയിൽ തന്നെയാണ് ഞാനും ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിൻ്റെ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.